റോയൽ വ്യൂ മൂന്നാർ ഡബിൾ ഡെക്കർ ബസ് സർവീസിൽ നിയമലംഘനമില്ലെന്ന് KSRTC ഹൈക്കോടതിയിൽ അറിയിച്ചു. അനുമതി വാങ്ങിയാണ് ബസിന്റെ രൂപമാറ്റം വരുത്തിയത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനെ നിയോഗിച്ചാൽ കോടതിക്ക് കാര്യങ്ങൾ വ്യക്തമാകും. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ അടിസ്ഥാനമാക്കി കോടതി ഇടപെടരുതെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീകാന്ത്, നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഈ ഡബിൾ ഡെക്കർ ബസ്, ഇതിലെ അലങ്കാര പണികൾ, ഒപ്പം തന്നെ അതിലെ അലങ്കാര ലൈറ്റുകൾ, ഇതെല്ലാം നേരത്തെ വിവാദ വിഷയമായതാണ്. ഇതിലിപ്പോൾ കോടതിയിൽ ഏത് സാഹചര്യത്തിലാണ് KSRTC നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്? നിയമലംഘനമില്ല, കൃത്യമായ നിയമം പാലിച്ചാണ് ഈ സർവീസ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഈ മൂന്നാറിലെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനെ അവിടെ ഈ ബസ് പരിശോധിക്കാൻ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ അടിസ്ഥാനമാക്കി കോടതി ഇടപെടരുതെന്ന് പറയുന്നു. സൂക്ഷ്മ പരിശോധന ഇല്ലാതെയുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുക. പലപ്പോഴും ഇത്തരം വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അവർ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങിയാണ് ബസിന്റെ രൂപമാറ്റം നടത്തിയത്. സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വിശദാംശങ്ങൾക്കായി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കാൻ കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ KSRTC. അതേസമയം അവർ ഒരു കാര്യം പറയുന്നുണ്ട്, ഹെഡ്ലൈറ്റുമായി പിഴവുകൾ കോടതി ചൂണ്ടിക്കാട്ടിയത് തിരുത്തിയിട്ടുണ്ട്. നിലവിൽ 2 ഹെഡ്ലൈറ്റുകൾ മാത്രമാണുള്ളത്. LED ലൈറ്റുകളുടെ പവർ കണക്ഷൻ നീക്കം ചെയ്യാനും തീരുമാനിച്ച KSRTC പറയുന്നു. അതായത് ആ സർവീസ് തുടരും. അതാണ് KSRTCയുടെ നിലപാട്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.